ഡിയർ മക്കളെ പ്ലസ് ടുവിലെ റിലേഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് PYQ 2024 ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മുടെ ഓരോ ചാപ്റ്ററിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടൊരു സീരീസ് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത് മക്കളെ. കാരണം അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. എക്സാം വരെ നമുക്കിങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് പഠിച്ച് പോകാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൺസെപ്റ്റും പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കത്തുള്ളൂ. ചുമ്മാ ഡിസ്കസ് ചെയ്ത് ആൻസർ കീ പോലെ ഇങ്ങനെ ചെയ്തു പോകല്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൺസെപ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരും. ആ കൺസെപ്റ്റും കൂടെ മനസ്സിലാക്കി നമുക്ക് ഓരോന്നും പഠിച്ചു പോകാം. ഓക്കെ, അപ്പോൾ മക്കളെ നന്നായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് മൂലം അതേ ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ആയിട്ട് വരാം, അല്ലെങ്കിൽ അതേ മോഡൽ എന്തായാലും വരത്തുള്ളൂ. അപ്പോൾ ആ കൺസെപ്റ്റ് അത് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഇത്തവണയും ചോദിക്കുന്നത്. അപ്പോൾ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ മക്കളെ ആ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ള കാര്യങ്ങൾ അത്രയൊക്കെ ഉള്ളൂ. അത് ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ എടുത്ത് കീറി മുറിച്ച് പരിശോധിച്ച് ചെയ്യുമ്പോഴത്തേക്കും വളരെ കൺസെപ്റ്റ് ക്ലിയർ ആകും, പക്കയാകും. ചെയ്ത് പോകാം. നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ നോട്ട്ബുക്കിനകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ 2024 എഴുതുക. ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻ ഫംഗ്ഷൻ. ഓരോ ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം. നിങ്ങളെല്ലാം എഴുതിയെടുക്കുക. മക്കളെ നിങ്ങൾ മാക്സിമം ഇത് കുട്ടികൾ കാണുന്നുണ്ട്, മാക്സിമം കുട്ടികളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസ് ഒരു ദിവസം തന്നെ മാക്സിമം ഞാൻ ഇടാനായിട്ട് ശ്രമിക്കാം. അതിനുവേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. നല്ല കിടിലിനായിട്ട് എക്സാം വരെ നമുക്കിങ്ങനെ ഓരോ ദിവസവും വളരെ കൂളായിട്ട് പഠിച്ചു പോകാം. ഇതൊക്കെ പഠിക്കുന്നത് മൂലം നല്ല കിടിലിനായിട്ട് നിങ്ങൾക്ക് കൺസെപ്റ്റ് കയ്യിലിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ ഷുവർ ക്വസ്റ്റ്യൻസ്, വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ്, 100% ഷുവർ ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം നമ്മൾ ചെയ്യും. ലൈവ് ചെയ്യും, എല്ലാം നമ്മൾ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ള വർക്കുകൾ, ഇതൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് ചെയ്യണമെന്ന്. മക്കളെ നിങ്ങളിത് കാണുന്നുണ്ട്, നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ കൂടുതൽ ക്ലാസ്സുകളായിട്ട് ഞാൻ വരും. ഓക്കെ, അതേപോലെ മക്കളെ താഴത്ത് ഫസ്റ്റ് കമൻറ്റായിട്ട് ഞാനൊരു ചാനൽ ഇടാം. അതൊന്ന് നിങ്ങൾ ഫോളോ ചെയ്തേക്കണം കേട്ടോ. നമ്മുടെ അക്കാഡമിയുടെ ചാനലാണ്. ജസ്റ്റ് ഫോളോ ചെയ്യുക. അതിനകത്ത് ഞാൻ കുറച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിനകത്ത് ഇട്ട് തരാം. മക്കളെ 2024 സേ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവർ പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ, എ എന്ന് പറയുന്ന 1 2 3 4 5 6 എന്ന് പറയുന്ന സെറ്റാണ്. അത് വെച്ച് റിലേഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് റിഫ്ലക്സീവ് ആകുവാണെങ്കിൽ കെയുടെ വാല്യൂ എന്താണ്? റിഫ്ലക്സീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇരട്ടകളുടെ പെയർ. റിഫ്ലക്സീവ് എന്ന് പറഞ്ഞാൽ റിഫ്ലക്സീവ് ആകുവാണെങ്കിൽ ഇതിനകത്ത് ഓരോരുത്തരുടെയും ഇരട്ടകളുടെ പെയർ അതിൻ്റെ അകത്ത് വേണം എന്ന് പറഞ്ഞാൽ 1ൻ്റെ ഇരട്ട എന്ന് പറയുമ്പോൾ 1 1 2 2 3 3 4 4 5 5 6 6 അങ്ങനെ 6 വരെയുള്ള ഇരട്ടകളുടെ പെയറിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ അതിനെയാണ് റിഫ്ലക്സീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് റിഫ്ലക്സീവ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറയുകയാണെങ്കിൽ ഇവരെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ റിഫ്ലക്സീവ് ആണെങ്കിൽ AB എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, B - A എന്ന് പറയുന്ന കെ ആണെങ്കിൽ കെയുടെ വാല്യൂ എന്താണെന്ന് ചോദിച്ചത്. വളരെ എളുപ്പം ചെയ്യാവുന്ന കാര്യമാണ്. 1 1 2 2 3 3 4 4 ഇങ്ങനെയുള്ള പേഴ്സ് ഉണ്ടെങ്കിലാണല്ലോ അതിൻ്റെ റിഫ്ലക്സീവ് എന്ന് പറയുന്നത്. ഓക്കെ, റിഫ്ലക്സീവ് ആണെങ്കിൽ ഇത് എ, ഫസ്റ്റത്തെ എയും രണ്ടാമത്തെ ബിയും ആണല്ലോ. ഫസ്റ്റത്തെ രണ്ടാമത്തെ ബി. B - A എന്തായിരിക്കും? നിങ്ങൾ നോക്കി, എയും ബിയും സെയിം തന്നെയല്ലേടാ. അപ്പോൾ സെയിം എലമെൻറ്റ്സ് തമ്മിൽ കുറച്ച് കഴിഞ്ഞാൽ 0 അല്ലേ കിട്ടത്തുള്ളൂ അല്ലേ? 1 - 1 0, 2 - 2 0, 3 - 3 0, 6 - 6 0. അപ്പോൾ ബിയും എയും കൂടെ കുറച്ചാൽ കെ കിട്ടുമെങ്കിൽ കെ എന്താണ്? 1 - 1 0, 2 - 2 0. അപ്പോൾ കിട്ടുന്ന ഈ നമ്പർ എന്താണ്? 0. അതാണ് ചോദിച്ച കെ എന്താണെന്ന്. കണ്ടല്ലോ, കെ എന്ന് പറഞ്ഞാൽ 0. ഇവരിങ്ങനെ ഒരു കറക്കം കൂടെ കറക്കി ചോദിച്ചിരിക്കുമെന്നേ ഉള്ളൂ. പക്ഷേ കാര്യം സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദ റിലേഷൻ R2, രണ്ടാമത്തെ R2 എന്ന് പറയുന്ന റിലേഷൻ തന്നിരിക്കുവാണേ. സോ R2വിനകത്ത് നമുക്ക് ചോദിച്ചിരിക്കുന്നത് B - A, മോഡ് B - A 2 ആണെങ്കിൽ AB ഇതിൻ്റെ അകത്തുണ്ട്. അത് സിമ്മെട്രിക് ആണെന്ന് തെളിയിക്കണം. കാര്യം ഇത്ര ഉള്ളൂ. മോഡ് B - A 2 അത് കിട്ടുന്ന പേഴ്സിൻ്റെ അകത്തുണ്ട് എന്നാണ് പറഞ്ഞത്. മോഡ് B - A 2 എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ മോഡ് B - A 2 എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. മോഡ് B - A = 2 ഇങ്ങനെയുള്ള ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാവരും ഇതിൻ്റെ അകത്തുണ്ടെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ 2 4ൻ്റെ അകത്തുണ്ടോ? 2 4 ഉണ്ടോ? എങ്ങനെ മനസ്സിലാക്കാം? ഇത് ഫസ്റ്റത്തെ രണ്ടാമത്തെ ബി അറിയാമല്ലോ. B - A കുറയ്ക്കുമ്പോൾ 2 കിട്ടുമോ? തമ്മിൽ കുറയ്ക്കുമ്പോൾ B - A എന്ന് പറയുമ്പോൾ 4 - 2 അല്ലേ? അതിൻ്റെ മോഡുലസ് 2 ആണ്. അപ്പോൾ 2 4ൻ്റെ അകത്തുണ്ട്, 100% ഉറപ്പാണ്. കാരണം കുറയ്ക്കുമ്പോൾ 2 കിട്ടണം. അങ്ങനെയാണെങ്കിൽ 4 2ൻ്റെ അകത്തുണ്ടോ മക്കളെ? തിരിച്ച് 4 2ൻ്റെ അകത്തുണ്ടോ? 4 2 ഉണ്ടാകണമെങ്കിൽ 2 - 4 2 കിട്ടണം. 2 - 4 2ഉം 4ഉം കൂടെ കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? -2. -2ൻ്റെ മോഡ് എത്രയാണ്? 2. അപ്പോൾ കുറയ്ക്കുമ്പോൾ 2 കിട്ടി. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് മനസ്സിലായി 2 4ൻ്റെ അകത്തുണ്ടെങ്കിൽ
ഉറപ്പായിട്ടും ആരും കാണും 4 2 കാണും അല്ലേടാ. അപ്പോൾ ഇങ്ങനെ കുറയ്ക്കുമ്പോൾ 2 കിട്ടുന്ന പേഴ്സിൻ്റെ അകത്ത് ഉണ്ടോ എന്നാണ് ചോദിച്ചത്. ഉണ്ടെങ്കിൽ ഇവനുണ്ട് 100% ഉറപ്പാണ് അല്ലേ. അതേപോലെ നമുക്ക് പറയാം 8 6 ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും 6 8 കാണും. കാരണം മോഡുലസ് ആയതുകൊണ്ട് നെഗറ്റീവ് നമ്പറിനെ പോസിറ്റീവ് ആക്കും. അപ്പോൾ എന്തായാലും ഇവന്മാരില്ല ഇതിൻ്റെ അകത്തുണ്ടെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ നമുക്ക് പറയാം സിമെട്രിക് ആണ്. ഇതെങ്ങനെ തെളിയിക്കും? തെളിയിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എക്സാമ്പിൾ തെളിയിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് പറയാം മോഡ് ബി മൈനസ് എ ഈക്വൽ ടു 2. അതുകൊണ്ട് എ ബി ഇതിനകത്തുണ്ടെന്നല്ലേ പറഞ്ഞത്. എ ബി എലമെൻറ്റ് ഓഫ് R2 അല്ലേ, R2 എന്നല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ഓൾസോ സിമെട്രിക് ആണ് തെളിയിക്കാനല്ലേ. മോഡ് എ മൈനസ് ബി ഈക്വൽ ടു 2. അതുകൊണ്ട് ബി എ ഇതിൻ്റെ അകത്തുണ്ട്. Therefore R is symmetric. ഇത്രയുള്ള കാര്യം വളരെ വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യമുള്ളൂ കേട്ടോ. ജനറലായിട്ട് ഇങ്ങനെ എഴുതി വയ്ക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്, ആർക്ക് വേണമെങ്കിലും ചെയ്ത് വയ്ക്കാം. ഓക്കെ, അത് കഴിഞ്ഞല്ലോ. യെസ്, സിമെട്രിക് ആണ് തെളിയിച്ചു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ, അതും 2024 സേ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇച്ചിരി കൂടെ ഞാൻ പറഞ്ഞില്ല, ഇച്ചിരി കൂടെ കോമൺ സെൻസ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ചിന്തിക്കാനുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് അവർ കഴിഞ്ഞ വർഷം ചോദിച്ചത്. അപ്പോൾ ചോദിച്ചിരിക്കണം നോക്കിയടാ, ഇഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് മോഡ് എക്സ് പ്ലസ് 1 ഈസ് 1 1 ആണെങ്കിൽ അതിൻ്റെ ഡൊമൈൻ എന്താണ്? എടാ, ലാബുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കാണും. ഇത് ലാബുമായിട്ട് കണക്ട് ചെയ്താണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എഴുതാൻ പറ്റും. ലാബുമായിട്ട് കണക്ട് ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. ഇത് 1 1 ആണോ എന്ന് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ 1 1ൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 x1 ഈക്വൽ ടു x2 എന്ന് കിട്ടണം. അങ്ങനെയുള്ള രീതി ചിന്തിച്ച് കഴിഞ്ഞാൽ എടാ 1 മാർക്ക് ഇതിന് 1 മാർക്ക്. കാരണം മൾട്ടിപ്പിൾ ചോയ്സ് ആണ്, അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് സമയം കളയേണ്ട കാര്യമില്ല. ഇത് ലാബ് ചെയ്തിട്ടുള്ളവരാണ് നിങ്ങൾ. ഈ കൺസെപ്റ്റ് അറിയാമെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഇവർ ചോദിച്ചിരിക്കുന്ന ഫംഗ്ഷൻ കണ്ടോടാ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് 1. മോഡ് എക്സ് പ്ലസ് 1ൻ്റെ ഗ്രാഫ് അറിയാവോ? ഗ്രാഫ് അറിയാൻ വയ്യെങ്കിലും പേടിക്കേണ്ട, ഇനിയെങ്കിലും പഠിച്ചു വയ്ക്കുക. മോഡ് എക്സിൻ്റെ ഗ്രാഫ് ഞാൻ പറഞ്ഞുതരാം. മോഡ് എക്സിൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ വി പോലെ 0യിൽ ടച്ച് ചെയ്ത് പോകുന്ന ഗ്രാഫാണ് മോഡ് എക്സ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ലാബിനകത്ത് ഇഷ്ടം പോലെ കണ്ടത്. ലാബ് ചെയ്ത കുട്ടികളായതുകൊണ്ട് നിങ്ങൾക്കിത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് മോഡുലസ് എക്സിൻ്റെ ഗ്രാഫ്. മോഡ് എക്സിൻ്റെ ഗ്രാഫാണിത്. ഓക്കെ, പ്ലസ് 1 എന്ന് പറയുമ്പോൾ പ്ലസ് 1ൻ്റെ ഗ്രാഫ് പറയാൻ പറഞ്ഞാൽ ഒരടി മുകളിലേക്ക്. അതാണ് മോഡ് എക്സ് പ്ലസ് 1. ഓക്കെ അല്ലേ? മോഡ് എക്സ് പ്ലസ് 2 എന്ന് പറയുകയാണെങ്കിൽ ഒരടി 2 അടി മുകളിലേക്ക്. ഇനി മോഡ് എക്സ് മൈനസ് 1 എന്നാണെങ്കിലോ ഇങ്ങനെ വരും, ഒരടി താഴത്തേക്ക്. ഓക്കെ, ഇതേപോലെ തന്നെയാണ് എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫും. എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ യു പോലെ വരും, ഈ വിക്ക് പകരം യു പോലെ. ഇനി എക്സ് സ്ക്വയർ പ്ലസ് 1 എന്നാണെങ്കിൽ ഒരടി മുകളിലേക്ക് ഇത് ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഇവർ ചോദിച്ചിരിക്കുന്നത് ഇത് 1 1 ആണ്. 1 1 ആണെങ്കിൽ ഡൊമൈൻ എന്താണെന്ന് ചോദിച്ചത് അല്ലേ. 1 1 ആണെങ്കിൽ അതിൻ്റെ ഡൊമൈൻ എന്താണെന്നാണ് ചോദിച്ചത്. എടാ മക്കളെ, 1 1 ആകുന്ന ഡൊമൈൻ നോക്കി, -∞ തൊട്ട് 1 വരെ 1 1 ആണോ നോക്കാം. എടാ, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രാഫ് 1 1 ആണോ? നമ്മളിത് ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ലൈൻ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുവാണെങ്കിൽ, അത് ഗ്രാഫുമായിട്ട് 2 സ്ഥലത്ത് മീറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഗ്രാഫിനെ 2 പോയിന്റിൽ കട്ട് ചെയ്യണമെങ്കിൽ അത് 1 1 അല്ല. അതാണ് നമ്മൾ ലാബിനകത്ത് പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് ശരിക്കും പറഞ്ഞാൽ 1 1 ആണെന്ന് വെച്ചാൽ അല്ല. കാരണം ഒന്നിൽ കൂടുതൽ സ്ഥലത്ത് മീറ്റ് ചെയ്യുന്നുണ്ട്, ഒന്നിൽ കൂടുതൽ സ്ഥലത്ത് ഗ്രാഫിനെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് 1 1 അല്ല. അപ്പോൾ ഇവർ ചോദിച്ചിരിക്കുന്നത് വെച്ച് എവിടെയാണ് 1 1 ആകുന്നത്? -∞ തൊട്ട് 1 വരെ 1 1 ആണോ? ഏത് ഇൻ്റർവെല്ലിലാണ് ഇത് 1 1 ആകുന്നതെന്ന് നോക്കാം. -∞ തൊട്ട് 1 വരെ. എടാ, -∞ തൊട്ട് 1 വരെ എന്ന് പറയുമ്പോൾ ഡൊമൈൻ നോക്കും. ഡൊമൈനിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണേ, ഈ ഡൊമൈൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എക്സ് ആക്സിസ്. റേഞ്ച് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വൈ ആക്സിസ്. ഞാൻ ലാബ് നിങ്ങളെ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തന്ന ഡൊമൈൻ എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസ് നോക്കണം, റേഞ്ച് എന്ന് പറയുമ്പോൾ വൈ ആക്സിസ് നോക്കണം. അപ്പോൾ നമുക്ക് ഡൊമൈൻ നോക്കാവേ. ഡൊമൈൻ എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസ് ആണ് നോക്കേണ്ടത്. -∞ തൊട്ട് 1 വരെ ഇത് 1 1 ആണോ നോക്കിയടാ. -∞ തൊട്ട് 1 വരെ എന്ന് പറയുമ്പോൾ 1 ഇവിടെയല്ലേ. ഡൊമൈൻ എന്ന് പറയുമ്പോൾ എക്സ് ആണ്. -∞ തൊട്ട് 1 വരെ ഇവിടം വരെ എടുക്കുവാണ്. ഞാനപ്പോൾ ഒരു ലൈൻ എടുത്തിട്ട് -∞ തൊട്ട് 1 വരെ ഒരു ലൈൻ എടുക്കുവാണ്. ആ ലൈൻ ഞാനിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നോക്കിയടാ, എന്തായാലും ഗ്രാഫുമായിട്ട് 2 സ്ഥലത്ത് മീറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഇത് 1 1 ആണോ? അല്ല. -∞ തൊട്ട് 1 വരെ ഒരിക്കലും 1 1 അല്ല. കാരണം ഇവിടേക്ക് ഗ്രാഫ് 2 സ്ഥലത്ത് കട്ട് ചെയ്യും. അപ്പോൾ അത് 1 1 അല്ല. അപ്പോൾ -∞ തൊട്ട് 1 വരെ എന്നുള്ളത് 1 1 അല്ല. അപ്പോൾ ഇത് അല്ലെന്ന് നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ്, -∞ തൊട്ട് ഇൻഫിനിറ്റി വരെ 1 1 ആണോ നോക്കാം. നിങ്ങൾക്ക് കൺസെപ്റ്റ് പിടികിട്ടി കാണുമല്ലോ. -∞ തൊട്ട് ഫുള്ള് ഞാൻ ഇങ്ങനെ ലൈൻ വരച്ചു. അതൊരിക്കലും 1 1 അല്ല അല്ലേ. എന്തായാലും 2 സ്ഥലത്ത് മീറ്റ് ചെയ്യും. അപ്പോൾ അത് 1 1 അല്ലെന്ന് മനസ്സിലായി. അപ്പോൾ രണ്ടാമത്തതല്ല.
ഇനി മൂന്നാമത്തെ നോക്കിയേ, -1 1 -1നും 1നും ഇടയ്ക്ക് ആ ഒരു ഭാഗത്ത് മാത്രം നമ്മൾ ലൈൻ വരച്ച് കഴിഞ്ഞാൽ 1 1 ആകുമോ? -1 1 എന്ന് പറയുമ്പോൾ -1 ഇവിടെ വരും അല്ലേടാ, -1. അപ്പോൾ ഞാൻ അവിടെ മാത്രം ഒരു ലൈൻ വരയ്ക്കുവാണെങ്കിൽ അത്രയും ഭാഗത്തൊരു ലൈൻ വരച്ചു, അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി നോക്കുക. 1 1 ആണോ? അല്ല, കാരണം അതും എന്തായാലും രണ്ട് സ്ഥലത്ത് മീറ്റ് ചെയ്യും, അതും 1 1 അല്ല. ഇനി വേറെ ഏതാണ് അടുത്തത്? പിന്നെ ലാസ്റ്റ് ഒരു ഓപ്ഷൻ കൂടി ഉള്ളല്ലേ, അത് നോക്കാം. 1 2 1 തൊട്ട് 2 വരെ. അപ്പോൾ 2 എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ വരും. ഓക്കെ, ഞാൻ അത്രയും ഭാഗത്ത് മാത്രം ലൈൻ വരയ്ക്കുവാണ്, 1 2. എന്നിട്ടത് മൂവ് ചെയ്യുവാണ്, നോക്കിക്കോണേ. യെസ് യെസ്, ഗ്രാഫുമായിട്ട് ഒരു സ്ഥലത്ത് മാത്രമേ മീറ്റ് ചെയ്യുള്ളൂ. കണ്ടല്ലോ മക്കളെ, നല്ല രസമായിട്ട് പഠിക്കടാ. അതെ, 1 2 1ൻ്റെയും 2ൻ്റെ ഇടയ്ക്ക് ഒരു ലൈൻ വരച്ചേ, എന്നിട്ട് അത് ഞാനിങ്ങനെ നീക്കുവാണ്. നോക്കിയേ, ഗ്രാഫുമായിട്ട് എന്തായാലും ഈ ഇത്രയും ഭാഗത്ത് ഒരു സ്ഥലത്ത് മാത്രമേ ഗ്രാഫുമായിട്ട് മീറ്റ് ചെയ്യത്തുള്ളൂ അല്ലേ, 1 2. കണ്ടല്ലോടാ, ഒരു സ്ഥലത്തേ മുട്ടത്തുള്ളൂ ഗ്രാഫുമായിട്ട്. സോ ദിസ് ഈസ് 1 1. എന്ത് രസമായിട്ട് ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയെടുക്കാം അല്ലേ. അപ്പോൾ ഇത് 1 1 ആണ്. എവിടെയാണ്? ഇവിടെയാണ് 1 1. സോ 1 2 എന്ന് പറയുന്ന ഇൻ്റർവെല്ലാണ് അത് 1 1. ഈ മൾട്ടിപ്പിൾ ചോയ്സ് കാണുമ്പോൾ നിങ്ങൾക്കൊരു ഒരു ടെൻഡൻസി വരും അപ്പുറത്ത് നിന്ന് നോക്കി എഴുതാൻ. പക്ഷേ കാര്യം അറിഞ്ഞ് പഠിക്കുക, അതിനകത്ത് നിന്ന് എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഫസ്റ്റത്തെ കഴിഞ്ഞു. സെക്കൻഡ്, ഇഫ് ദ ഫംഗ്ഷൻ f(x) = mod x + 1 അത് ഓൺ ടു ആകണമെങ്കിൽ അതിൻ്റെ റേഞ്ച് എന്താണ്? അപ്പോൾ ഇവിടെ മക്കളെ, ഇവിടെ ഓൺ ടു ആകണമെങ്കിൽ, ഓൺ ടു ആകുന്ന കേസ്, ഓൺ ടു ആണെങ്കിൽ അതിൻ്റെ റേഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ, ഓൺ ടു ആകുന്ന ഇൻ്റർവെൽ ഏതാണെന്ന് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു റേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ y ആക്സിസ് നോക്കണം. നമുക്കിവിടെ നോക്കാം. ദേ ഇവർ തന്നിരിക്കുന്ന ഇൻ്റർവെല്ലൊക്കെ ഓരോന്ന് എടുത്ത് നോക്കി. -∞ തൊട്ട് 1 വരെ നമ്മുടെ ഗ്രാഫ് ഉണ്ടോ? -∞, ഇവിടെ റേഞ്ചാണ്. അപ്പോൾ y ആക്സിസ് നോക്കണേ. -∞ തൊട്ട് 1 വരെ. അപ്പോൾ ദേ ഇവിടെയാണ് -∞, അവിടെ തൊട്ട് 1 വരെ നമ്മുടെ ഗ്രാഫ് ഉണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പോൾ ഇത് ഫസ്റ്റത്തെ നമുക്ക് മനസ്സിലായി, ഇതല്ല. ഇവിടെ ഗ്രാഫ് നിലനിൽക്കുന്ന ഭാഗമാണ് നമ്മുടെ റേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓൺ ടു ആകണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഏത് വരും? റേഞ്ച്. ഏത് റേഞ്ച് ആകണം? ഇനി -∞ തൊട്ട് ഇൻഫിനിറ്റി വരെ നമ്മുടെ ഗ്രാഫ് ഉണ്ടോ? -∞ തൊട്ട് താഴത്തുനിന്ന് മുകളിലേക്ക് ഫുള്ള് ഗ്രാഫ് ഉണ്ടോ? ഒരിക്കലും ഇല്ല. ശരിക്കും പറഞ്ഞാൽ 1 തൊട്ട് മുകളിലേക്കേ ഉള്ളൂ നമ്മുടെ ഗ്രാഫ്. ഓക്കെ, അപ്പോൾ -∞ തൊട്ട് ഇൻഫിനിറ്റി വരെ നമ്മുടെ ഗ്രാഫ് ഇല്ല. ഇനി -1 തൊട്ട് 1 വരെ നമ്മുടെ ഗ്രാഫ് ഉണ്ടോ? നോക്കിക്കടാ, -1 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരത്തില്ലേ, -1. -1 തൊട്ട് 1 വരെ നമ്മുടെ ഗ്രാഫ് ഉണ്ടോ? ഒരിക്കലും ഇല്ല, അവിടെ ഇല്ല ഗ്രാഫ് അല്ലേ. എടാ ഫുള്ള് ഈ -∞ വരെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടം തൊട്ടുണ്ട്, പക്ഷേ ഫുള്ള് നമ്മുടെ ഗ്രാഫ് ഉണ്ടോ? അവർ പറഞ്ഞിരിക്കുന്ന ഇൻ്റർവെല്ലിൽ ഫുള്ള് നമ്മുടെ ഗ്രാഫ് വേണം, അവിടെ ഇല്ല. അപ്പോൾ -1 to 1 ഉണ്ടോ? അവിടെ ഇല്ല അല്ലേ. -1 to 1 വരെ ഒരിക്കലും ഗ്രാഫ് ഇല്ല. ഇനി അടുത്തത്, അപ്പോൾ അതും അല്ലെന്ന് മനസ്സിലായി, അതുമല്ല. ഇനി അടുത്ത 1 തൊട്ട് 2 വരെ നമ്മുടെ ഗ്രാഫ് ഉണ്ടോ? 1 തൊട്ട് 2 വരെ. അപ്പോൾ 2 എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ വരത്തില്ലേ, 1 2. ഓക്കെ, 1 തൊട്ട് 2 വരെ അല്ലേ, 1 തൊട്ട് 2 വരെ നമ്മുടെ ഗ്രാഫ് ഉണ്ട്. കണ്ടല്ലോ, 1 തൊട്ട് 2 വരെ നമ്മുടെ ഗ്രാഫ് ഉണ്ട്. സോ 1 തൊട്ട് 2 വരെ നമ്മുടെ ഗ്രാഫ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ റേഞ്ച് ആണ്. ഇതിൻ്റെ അകത്ത് റേഞ്ച് ഏതാണെന്ന് ചോദിച്ചത്. സോ 1 2 ആണ് ഇതിൻ്റെ ആൻസർ. കണ്ടല്ലോടാ, ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കാനുണ്ട്. സിമ്പിൾ 2 മാർക്കിൻ്റെ ഓരോ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി എൻ്റെ തേർഡ് ക്വസ്റ്റ്യൻ, ഇഫ് f(x) cos x ആണ്, g(x) ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ x ആണെങ്കിൽ f കോമ്പോസിഷൻ g(x) ഉം g കോമ്പോസിഷൻ f(x) ഉം എന്താണ്? കോമ്പോസിഷൻ എന്ന ഭാഗത്ത് നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ f(x) cos x ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുത്ത് എഴുതാം, f(x) = cos x. f(x) എന്ന് പറയുന്നത് cos x ആണ്. f(x) = cos x. അതേപോലെ g(x) എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ x. ചിലവർക്ക് ഇത് കൺഫ്യൂഷനാണ്, ഇത് എന്ത് ചെയ്യണമെന്നുള്ളത് പറഞ്ഞുതരാം. ഫസ്റ്റത്തെ f കോമ്പോസിഷൻ g(x) ആണ് നമ്മളോട് ചോദിച്ചത്. സോ ഇത് f കോമ്പോസിഷൻ g(x) എന്നാണ് ചോദിച്ചത്. ഇവിടെ മക്കൾ ഇതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? കോമ്പോസിഷൻ മാറ്റണമെങ്കിൽ, കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എഫിൻ്റെ അകത്ത് ജിയുടെ ഫംഗ്ഷൻ ഇട്ട് കൊടുക്കുക. f(g(x) എന്നാണ് ഇതിൻ്റെ മീനിങ്. f കോമ്പോസിഷൻ g(x) എന്ന് പറഞ്ഞാൽ എഫിൻ്റെ അകത്ത് g(x)ൻ്റെ ഫംഗ്ഷൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇതേടാ g(x) എന്താടാ? g(x) എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ x അല്ലേ. ഇത് എന്താണെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ലടാ, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ x അല്ലേ. യെസ്, അപ്പോൾ എഫിൻ്റെ അകത്ത് കൊണ്ട് ഈ ഒരു g(x) ഇട്ട് കൊടുത്തു. ഇനി f(x) എന്താണ് ചെയ്യുന്നത്? എഫിൻ്റെ അകത്ത് എന്ത് വന്നാലും ഇവിടെ മാറും അല്ലേ. എഫിൻ്റെ അകത്ത് 2 ഇട്ട് കൊടുത്താൽ cos 2 എന്നാകും. എഫിൻ്റെ അകത്ത് y എന്നായാൽ cos y എന്നാകും. ഓക്കെ ആണല്ലോ. എഫിൻ്റെ അകത്ത് എന്ത് വന്നാലും, എഫിനകത്ത് y വന്നാൽ ഇവിടെ മാറും. എഫിനകത്ത് z വന്നാൽ ഇവിടെ z ആവും. അപ്പോൾ എഫിൻ്റെ അകത്ത് ഇവൻ വന്നാലോ, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ x വന്നാലോ, ഇവിടെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ x ആവും. അത്രയുള്ള കാര്യം. അപ്പോൾ അത്ര എഴുതിയാൽ മതി. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ cos ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ x. ഓക്കെ അല്ലേ, സിമ്പിൾ പരിപാടി.
അടുത്ത ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ആണ് ചോദിച്ചത്. അടുത്തത് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ്. ഡെഫിനിഷൻ അനുസരിച്ച് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ജിയുടെ അകത്ത് എഫ് ഓഫ് എക്സ് ഇട്ട് കൊടുക്കുക. ജിയുടെ അകത്ത് എഫ് ഓഫ് എക്സ് എന്ന് പറയുക. ജിയുടെ അകത്ത് എഫ് ഓഫ് എക്സ് എന്താണ് മക്കളെ? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ദീവനാണ്. ആരാണ്? കോസ് എക്സ്. ഓക്കെ, ഇനി ജി എന്താണ് ചെയ്യുന്നത് നോക്കിയ ഫംഗ്ഷൻ. ജിയുടെ അകത്ത് എക്സ് വന്നാൽ ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ ഈ ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് എക്സ് എഴുതും. ജിക്കകത്ത് വൈ വന്നാൽ ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിനകത്ത് വൈ എഴുതും. ജിക്കകത്ത് 2 വന്നാൽ ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിനകത്ത് 2 എഴുതും. ജിക്കകത്ത് കോസ് എക്സ് വന്നാലോ ഇതിനകത്ത് കോസ് എക്സ് വന്നാൽ ഇതിൻ്റെ അകത്ത് കോസ് എക്സ് ആക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് കോസ് എക്സ്. ഇത്രയുള്ള പരിപാടി. സിമ്പിൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അത് സിമ്പിളായിട്ട് ആ മാർക്ക് നമുക്ക് കിട്ടും. അത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈ കോമ്പോസിഷൻ പലർക്കും കൺഫ്യൂഷനാണ്. ഇങ്ങനെ മനസ്സിലാക്കി പഠിക്കുക കേട്ടോ മക്കളെ. ഓക്കെ, ഇനി അപ്പോൾ സേ എക്സാമിന് ചോദിച്ച 2 ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. ഇനി മാർച്ച് 2024 അതായത് മെയിൻ എക്സാം, സേ അല്ലാത്ത നമ്മൾ പബ്ലിക് എക്സാം എഴുതും. ആ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കുറച്ചൊരു സിമ്പിൾ ആയിരുന്നു. ലെറ്റ് ആർ ബി എ റിലേഷൻ ഓൺ എ സെറ്റ് എ. എ എന്ന് പറയുന്നത് 1 2 3 4 5 6 ഡിഫൈൻഡ് ആസ് റിലേഷൻ തന്നിട്ടുണ്ട് ആർ ഈക്വൽ ടു സെറ്റ് എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഈക്വൽ ടു 2x - 1. അപ്പോൾ ഇവിടുത്തെ വൈകളെ തന്നിട്ടുണ്ട്. വൈ എന്താണ്? വൈ എന്ന് പറയുമ്പോൾ 2x - 1 എന്നാണ്. അപ്പോൾ വൈ തന്നിട്ടുണ്ട്, ഉടനെ വൈ അങ്ങോട്ട് എടുത്തെഴുതുക. ഇനി റൈറ്റ് ആർ ഇൻ റോസ്റ്റർ ഫോം ആൻഡ് ഫൈൻഡ് ഇസ് ഡൊമൈൻ ആൻഡ് റേഞ്ച്. ഈ ആർ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഈ ഒരു സാധനം കണ്ടോടാ. ആർ എന്ന് തന്നിരിക്കുന്ന സംഭവം ഞാൻ എടുത്തെഴുതുവാണേ. എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഈക്വൽ ടു 2x - 1. ഇതിനെ റോസ്റ്റർ ഫോമിൽ എഴുതുക എന്ന് പറഞ്ഞാൽ ആർ ഈക്വൽ ടു എക്സുകൾ എന്ന് പറയുമ്പോൾ ഈ ഇതിനകത്ത് നിന്ന് എക്കകത്ത് നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന എലമെൻറ്റ്സ് ആണ് നമ്മുടെ എക്സുകൾ. ഓക്കെ, അപ്പോൾ ഇവിടെ റിലേഷൻ ഓൺ എ സെറ്റ് എ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എയിൽ നിന്ന് എയിലേക്കായിരിക്കും നമ്മുടെ റിലേഷൻ എന്ന് പറയുമ്പോൾ എക്സുകളും വൈകളും എക്കകത്ത് തന്നെ ആയിരിക്കും. ഓൺ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണം എയിൽ നിന്ന് എയിലേക്ക് തന്നെയാണ് റിലേഷൻ. ആ എക്സ് എന്ന് പറയുന്ന ആദ്യത്തെ ആളും രണ്ടാമത്തെ ആളും എക്കകത്ത ആൾക്കാരാണ്. ഓക്കെ, അപ്പം ഞാൻ ആദ്യം 1 എടുത്ത് എക്സിന് പകരം ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ 1 എടുത്ത് ഞാൻ എക്സിന് പകരം ഇട്ട് കൊടുക്കുന്നു. അടുത്ത ഞാൻ 2 എടുത്ത് എക്സിന് പകരം ഇട്ട് കൊടുക്കുന്നു. 2. ഇവന്മാരുടെ പേരിനെ കണ്ടുപിടിക്കണമെങ്കിൽ അവർ ക്വസ്റ്റ്യനിലൊരു സംഭവം തന്നിട്ടുണ്ട്. ദേ വൈ എന്ന് പറയുന്നത് ആ പേരിന് ഒരു കണ്ടീഷനുണ്ട്. 2x - 1 ആണ് ഓരോരുത്തരുടെയും വൈകൾ. അപ്പോൾ എൻ്റെ 1 എന്ന് പറയുന്നതാണ് ഇവൻ. 1ൻ്റെ പേരിനെ കണ്ടുപിടിക്കണമെങ്കിൽ എക്സ് എടുത്ത് ഇവിടെ 1 എക്സിന് പകരം 1 ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മുടെ വൈ കിട്ടും. ഇവൻ്റെ പേരിനെ കിട്ടും. ഇവൻ്റെ പേരിനെ കിട്ടണമെങ്കിൽ ഇവനെ എടുത്ത് ഇവിടെ എക്സിന് പകരം ഇട്ട് കൊടുക്കും. ഓരോരുത്തരുടെ പേര് കിട്ടണമെങ്കിൽ എക്സിന് പകരം നമ്മളിത് പുട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവൻ്റെ 1ൻ്റെ പേർ എനിക്ക് കണ്ടുപിടിക്കണം. 1ൻ്റെ പേർ ദേ എക്സിന് പകരം 1 ഇട്ട് കൊടുക്കണം. അപ്പോൾ എത്ര പേര് ഇടാം? 2 × 1 - 1 2 × 1 2 2 - 1 2. അപ്പോൾ 1ൻ്റെ പേര് 2 ആണ്. ഇനി 2ൻ്റെ പേര് കിട്ടണമെങ്കിൽ ഇവിടെ കൊണ്ട് 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 × 2 - 1 2 × 2 4 4 നിന്ന് കുറച്ചാൽ 3. അപ്പോൾ 2ൻ്റെ പേര് 3. ഇനി അടുത്ത 3 ഇട്ട് കൊടുത്തു. 3ൻ്റെ പേരെന്ന് നോക്കാം. 3ൻ്റെ പേര് ഇവിടെ 3 ഇട്ട് കൊടുക്കുമ്പോൾ 3 × 2 6 6 നിന്ന് 1 കുറച്ചാൽ 5. അടുത്ത 4 ഇട്ട് കൊടുക്കുമ്പോൾ 4ൻ്റെ പേര് ഇവിടെ 4 ഇട്ട് കൊടുക്കുമ്പോൾ 4 × 2 8 8 നിന്ന് 1 കുറച്ചാൽ എന്ത് വരും ഇവിടെ? ദേ 2 × 1 2 × 4 അല്ലേ. 2 × 4 - 1 എന്ന് പറയുമ്പോൾ 8 - 1 7 വരും. ഞാനിവിടെ 7 എഴുതിയെന്ന് വെച്ചോ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം 7 ഇതിൻ്റെ അകത്തുണ്ടോ? 6 വരെ ഇതിൻ്റെ അകത്തുള്ളൂ അല്ലേ. എയിലാണ് നമ്മുടെ റിലേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തതും രണ്ടാമത്തെ എലമെൻറ്റും എയിൽ തന്നെ വേണം. ഇവിടെ 6 വരെയുള്ളൂ. അപ്പം നമ്മൾ 7 എഴുതാൻ പാടില്ല. എന്ന് പറയുമ്പോൾ 4നെ എടുത്തു കഴിഞ്ഞാൽ അവൻ പുറത്തുള്ള ആളുമായിട്ടാണ് റിലേഷൻ. അപ്പം നമുക്ക് 4നെ വേണ്ട. ഓക്കെ, എ എന്ന് പറയുന്ന കുടുംബത്തിൽ നിന്ന് മാത്രം നമുക്ക് റിലേഷൻ മതി. പുറത്തുനിന്ന് ഒരാളെ പോലും റിലേഷനായിട്ടുള്ള ആൾക്കാരെ വേണ്ട. അപ്പോൾ 4 എടുത്തു കഴിഞ്ഞാൽ 7 കിട്ടും. അതുകൊണ്ട് 4 എടുക്കുന്നില്ല, 3 വരെ മതി. ഓക്കെ, ഇതാണ് റോസ്റ്റർ ഫോം. അങ്ങനെയാണ് ഇതിൻ്റെ ഡൊമൈൻ റേഞ്ച് എഴുതാനാണ് മക്കളെ. ഡൊമൈൻ എന്ന് പറയുമ്പോൾ ആദ്യം കിടക്കുന്ന എലമെൻറ്റ്സ് ആണ് നമ്മുടെ ഡൊമൈൻ. സോ ഡൊമൈൻ എന്ന് പറയുമ്പോൾ ഡൊമൈൻ ഇസ് ഇക്വൽ ടു സെറ്റിൻ്റെ അകത്ത് 1 2 3 റിലേഷനിൽ ഏർപ്പെട്ട ആദ്യത്തെ എലമെൻറ്റ്സ് ആണ് നമ്മുടെ ഡൊമൈൻ. റേഞ്ച് ചോദിച്ചിട്ടുണ്ട്. റേഞ്ച് എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ റിലേഷനിൽ ഏർപ്പെട്ട നമ്മുടെ രണ്ടാമത്തെ എലമെൻറ്റ് 2 3 5 2 3 5 ഇതാണ് നമ്മുടെ ഡൊമൈനും റേഞ്ചും. ഇനി ചോദിച്ചിട്ടുണ്ട്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതൊരു ഇക്വലൻസ് റിലേഷൻ ആണോ? ജസ്റ്റിഫൈ. ഇക്വലൻസ് റിലേഷൻ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഈ റിലേഷൻ ഇക്വലൻസ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ മക്കൾ ഇക്വലൻസ് എന്ന് പറഞ്ഞാൽ റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമ്മട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം. ഇത് 3 ആണെങ്കിലാണ് ഇത് ഇക്വലൻസ്. അപ്പോൾ ഇക്വലൻസ് ആണെന്ന് ചോദിച്ചാൽ റിഫ്ലെക്സീവ്. റിഫ്ലെക്സീവ് നമ്മൾ നേരത്തെ പറഞ്ഞാലേ ഇരട്ടകൾ കാണണം. ഇവിടെ 1ൻ്റെ ഇരട്ട ഉണ്ടോ എന്ന് നോക്ക്.
ഒന്നിൻ്റെ ഇരട്ട പോലും ഇതിൻ്റെ അകത്തില്ല. പിന്നെ എങ്ങനെയാണ് ഇത് റിഫ്ലെക്സീവ് ആകുന്നത്? എല്ലാവരുടെ ഇരട്ടകൾ കാണണം. 1 1 2 2 3 3 4 4 5 5 6 6 എല്ലാവരുടെ ഇരട്ടകളായാൽ മാത്രമേ അത് റിഫ്ലെക്സീവ് ആകത്തുള്ളൂ. റിഫ്ലെക്സീവ് സിമ്മട്രിക്കും ട്രാൻസിറ്റീവ് ആണെങ്കിൽ മാത്രമേ അത് ഇക്വലൻസ് ആകത്തുള്ളൂ. എടാ റിഫ്ലെക്സീവ് ആകണം, പിന്നെ സിമ്മട്രിക് ആകണം, പിന്നെ ട്രാൻസിറ്റീവ് ആകണം. ഇത് മൂന്നും കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ ഇക്വലൻസ് എന്ന് പറയുന്ന റിലേഷൻ. ഇതിലാരെങ്കിലും ഒരാളായില്ലെങ്കിൽ അവൻ ഇക്വലൻസ് ആകത്തില്ല. ഓക്കെ, അപ്പോൾ ഇവർ ചോദിച്ചനുസരിച്ച് റിഫ്ലെക്സീവ് ആണോ നമ്മൾ ആദ്യം നോക്കും. എന്ന് പറയാം 1 1 ഇരട്ടകളിൻ്റെ അകത്തുണ്ടോ? ഒരാളില്ലെങ്കിൽ പോയി. 1 1 ആരും ഇതിൻ്റെ അകത്തില്ല. സോ 1 1 ഇതിൻ്റെ അകത്തില്ല, അതുകൊണ്ട് റിഫ്ലെക്സീവ് അല്ല. അപ്പോൾ നമുക്ക് പറയാം റിഫ്ലെക്സീവ് അല്ല. അപ്പോൾ പിന്നെ ഇത് ഇക്വലൻസ് ആണോ? അല്ല. മനസ്സിലായി? അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാനുള്ള റീസൺ ഇത്രയേ ഉള്ളൂ. 1 1 എന്ന് പറയുന്ന ആൾ ഇതിൻ്റെ അകത്തില്ല. ഒരാളില്ലെന്ന് എഴുതി വെച്ചാൽ മതി. ഒരാളില്ലെങ്കിൽ നമുക്ക് പറയാം therefore it is not റിഫ്ലെക്സീവ്. അതുകൊണ്ട് അത് റിഫ്ലെക്സീവ് അല്ല. മുന്നോട്ട് കണ്ടുപിടിക്കുക പോലും വേണ്ട. therefore it is not equivalence relation. Not equivalence. It is not an equivalence relation. Not an equivalence relation. അതൊരു ഇക്വലൻസ് റിലേഷൻ അല്ല എന്ന് എഴുതി വെക്കും. ഇനിയിപ്പോൾ സിമ്മട്രിക് അല്ലെന്ന് എഴുതി വെച്ചാലും മതി. ദേ 1 2 ഉണ്ട്, തിരിച്ച് കാണണം. 2 1 കാണണം. 1 2 ഉണ്ടെങ്കിൽ 2 1 കാണണം. അതും ഇതിൻ്റെ അകത്തില്ല. ഏതെങ്കിലും ഒരു റീസൺ എഴുതി വെച്ചാൽ മതി, കാര്യം അത്രേ ഉള്ളൂ. ഓക്കെ, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ, അതും 2024 മാർച്ച് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് കണ്ടല്ലോ. വാട്ട് ഇസ് എ മിനിമം നമ്പർ ഓഫ് ഓർഡേഡ് പെയർസ് ടു ഫോം എ റിഫ്ലെക്സ് റിലേഷൻ ഓൺ എ സെറ്റ് ഓഫ് 4 എലമെന്റ്സ്? ഇവിടെ 4 എലമെന്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് എത്ര മിനിമം നമ്പർ ഓഫ് ഓർഡേഡ് പെയർ, എത്ര പേർ വേണം റിഫ്ലെക്സീവ് ആകണമെങ്കിൽ? ഒരു കാര്യമില്ല, നോക്കിക്കടാ. ഇവിടെ 6 വരെ ഉണ്ടല്ലേ, 6 എണ്ണം ഉണ്ട്. അപ്പോൾ ഇത് റിഫ്ലെക്സീവ് ആണെങ്കിൽ ആരൊക്കെ വേണം? 1ൻ്റെ ഇരട്ട വേണം. 1 1 വേണം, 2 2 വേണം, 3 3 വേണം, 4 4 വേണം, 5 5 വേണം, 6 6 വേണം. എല്ലാവരുടെയും ഇരട്ടകളുടെ പേർ വേണം. പിന്നെ അത് എത്ര എണ്ണം നിർബന്ധമായിട്ട് വേണം? 6 എണ്ണം വേണം. ഇനിയിപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ, നേരത്തെ ഇതിൻ്റെ അകത്ത് ഇത് റിഫ്ലെക്സീവ് ആണ്, ഇതും 6 എണ്ണേ ഉള്ളൂ അല്ലേ. അതിനകത്ത് 6 എണ്ണം വേണം. 5 എണ്ണം ഉള്ള ആൾക്കാരാണെങ്കിൽ അതിനകത്ത് 5 എണ്ണം ഉറപ്പായിട്ട് വേണം. 5 ഇരട്ടകളുടെ പേർ വേണം അല്ലേ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 4 എണ്ണം ഉള്ള ഒരു സെറ്റ്, 4 എലമെന്റ്സ് ഉള്ള ഒരു സെറ്റ്. എക്സാമ്പിളിന് ABCD എന്ന് കൊടുക്കാം. ഇത് റിഫ്ലെക്സീവ് ആണെങ്കിൽ എത്ര മിനിമം പേയേഴ്സിൻ്റെ അകത്ത് വേണം എന്ന് പറഞ്ഞാൽ എയുടെ ഇരട്ട, ബിയുടെ ഇരട്ട, സിയുടെ, ഡിയുടെ എല്ലാവരുടെയും ട്വിൻ പേയേഴ്സ് കാണണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ 4 എണ്ണമെങ്കിലും മിനിമം കാണണം. 4 ഈ പേയേഴ്സിൻ്റെ അകത്ത് നിർബന്ധമായിട്ടും വേണം, എങ്കിലേ അത് റിഫ്ലെക്സീവ് ആകത്തുള്ളൂ. അപ്പോൾ എത്ര എണ്ണം മിനിമം കാണണമെന്ന് ചോദിച്ചാൽ എണ്ണമാണ് ചോദിച്ചത് 4. 8 എണ്ണമാണെങ്കിൽ 8. അപ്പോൾ എത്ര എണ്ണമാണോ അത്രയും എണ്ണം പേയേഴ്സ് അതിനകത്ത് വേണം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കൺസിഡർ ലെറ്റ് എ ഈസ് ഈക്വൽ ടു R മൈനസ് സെറ്റ് 3. എ എന്ന് പറയുന്ന സെറ്റ് തന്നിട്ടുണ്ട്. എയിൽ നിന്ന് ബിയിലേക്കാണ് ഇവിടെ റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എയിൽ നിന്ന് ബിയിലേക്കാണ് നമ്മുടെ റിലേഷൻ പറഞ്ഞിരിക്കുന്നത്. എ എന്ന് പറയുന്നത് 3 ഒഴിവാക്കിയ റിയൽ നമ്പർ. ഇത് കാണുമ്പോൾ പേടിക്കല്ലേ, റിയൽ നമ്പർ മൊത്തം ഉണ്ട്, പക്ഷേ അതിനകത്ത് 3 ഇല്ല. 3 ഒഴിവാക്കിയ റിയൽ നമ്പറാണ് എ. ബി എന്ന് പറയുന്നത് 1 ഒഴിവാക്കിയ റിയൽ നമ്പർ, R മൈനസ് സെറ്റ് 3 എന്ന് പറയുന്നത് 1 ഇല്ലാത്ത റിയൽ നമ്പർ. അതാണ് എയും ബിയും. ഓക്കെ, തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇതാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 2 ബൈ എക്സ് മൈനസ് 3. ഇത് 1 1 ആണോ 1 2 ആണോ? നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഴുതാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 1 1, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ 1 1 ആണോ 1 2 ആണെന്ന് ചോദിച്ചത്. മക്കൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നിട്ട് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ആദ്യം എഫ് ഓഫ് എക്സ് എടുത്ത് എഴുതുക. എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. എക്സ് മൈനസ് 2 ബൈ എക്സ് മൈനസ് 3. എക്സ് മൈനസ് 2 ബൈ എക്സ് മൈനസ് 3. നമ്മുടെ 1 1ൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ മക്കളെ, 1 1ൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് 1, 1 1ൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ വേണ്ടി എഴുതി വെച്ചോ. എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 എന്നതിൽ നിന്ന് എക്സ് 1 ഈക്വൽ ടു എക്സ് 2 എന്ന് കിട്ടുവാണെങ്കിൽ അതിനെയാണ് 1 1 എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് 1 1ൻ്റെ ഡെഫിനിഷൻ. നമ്മൾ തിയററ്റിക്കലി ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ വേണം. എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 നിന്ന് എക്സ് 1 ഈക്വൽ ടു എക്സ് 2 എന്ന് കിട്ടുവാണെങ്കിൽ അതാണ് 1 1. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതും കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 എന്ന് എടുക്കുന്നു. എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2, അതിൽ നിന്ന് നമുക്ക് എക്സ് 1 ഈക്വൽ ടു എക്സ് 2 എന്ന് കിട്ടുവാണെങ്കിൽ നമുക്ക് പറയാം 1 1 ആണ്. എടാ എഫ് ഓഫ് എക്സ് 1 എന്താടാ? എഫ് ഓഫ് എക്സ് ഇതല്ലേ. അപ്പോൾ എഫ് ഓഫ് എക്സ് 1 എന്ന് പറയുമ്പോൾ എക്സിന് പകരം 1, എക്സ് ഉള്ളിടത്തെല്ലാം എക്സ് 1 ഇടുക. അപ്പോൾ എന്ത് വരും? എക്സ് 1 മൈനസ് 2 ബൈ എക്സ് 1 മൈനസ് 3. അടുത്ത എഫ് ഓഫ് എക്സ് 2 എന്ന് പറയുമ്പോൾ എക്സിന് പകരം 2, അപ്പോൾ ഇവിടെയും 2.
അപ്പോൾ എഫ് ഓഫ് എക്സ് ടു എന്ന് പറയുമ്പോൾ x2 മൈനസ് 2 ബൈ x2 മൈനസ് 3. നമ്മൾ ബാക്കിയുള്ള പരിപാടി കൊച്ചു ക്ലാസ്സിൽ പഠിച്ച പോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക ബാക്കിയുള്ള പരിപാടി. ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യാം. അപ്പോൾ എന്ത് വരും? x1 മൈനസ് 2 ഇൻറ്റു x2 മൈനസ് 3. ആദ്യം ഞാൻ ഇത് തമ്മിൽ ഇൻറ്റു ചെയ്തു. ഓക്കെ, ഈക്വൽ ടു, പിന്നെ അടുത്ത് ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുവാണ്. x1 മൈനസ് 3 ഇൻറ്റു x2 മൈനസ് 2. x1 മൈനസ് 3 ഇൻറ്റു x2 മൈനസ് 2. ഓക്കെ, നല്ല രസമായിട്ടും ചെയ്യാം. അകത്തേക്ക് ഇൻറ്റു ചെയ്തേ. x1 ഇൻറ്റു x2. x1 ഇൻറ്റു x2 എന്ന് പറയുമ്പോൾ x1 x2. അടുത്തത് x1 ഇൻറ്റു 3. എന്ത് വരുടാ? x1 ഇൻറ്റു x2 x1 x2. അടുത്ത x1 ഇൻറ്റു മൈനസ് 3 അല്ലേ? അപ്പോൾ ഇത് മൈനസ് 3x1. ഓക്കെ, അടുത്തത് x1 വെച്ച് നമ്മൾ രണ്ടിന് ഇൻറ്റു ചെയ്തു. അടുത്ത മൈനസ് 2 ഇൻറ്റു x2 മൈനസ് 2x2. ബ്രാക്കറ്റ് ഇൻറ്റു ചെയ്യണം, ഇങ്ങനെയാണേ. അടുത്ത മൈനസ് 2 ഇൻറ്റു മൈനസ് 3. മൈനസും മൈനസും കൂടെ പ്ലസ് ആകും, പ്ലസ് 6. ഓക്കെ, ലെഫ്റ്റ് സൈഡ് കഴിഞ്ഞു. റൈറ്റ് സൈഡ് ഇതേപോലെ ഇൻറ്റു ചെയ്യും. x1 ഇൻറ്റു x2 x1 x2. x1 ഇൻറ്റു മൈനസ് 2 മൈനസ് 2x1. മൈനസ് 3 ഇൻറ്റു x2 മൈനസ് 3x2. മൈനസ് 3 ഇൻറ്റു മൈനസ് 2 പ്ലസ് 6. രണ്ട് സൈഡിലെയും ഒരേ ടേംസ് കട്ട് ചെയ്ത് കളയാം. x1 x2 കട്ട് ചെയ്ത് കളയാം. പ്ലസ് 6 കട്ട് ചെയ്ത് കളയാം. മിച്ചോളം എന്തൊക്കെയാടാ? മൈനസ് 3x1 മൈനസ് 2x2 ഈക്വൽ ടു മൈനസ് 2x1 മൈനസ് 3x2. ഇങ്ങനെ കിട്ടിയില്ലേ? ബാക്കിയുള്ള കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇവിടെ നോക്കിയേ. ഇവിടെ x1ൻ്റെ ടേം ദേ ഇവിടെ ഇറങ്ങുന്നുണ്ട്. x1ൻ്റെ ടേം ഇപ്പുറത്ത് ഒരു x1ൻ്റെ ടേം ഉണ്ട്. രണ്ടും കൂടെ ഒരു സൈഡിലേക്ക് എടുക്കാമല്ലോ. അപ്പോൾ എന്ത് വരും? ഞാൻ ഇവിടെ മൈനസ് 3x1, ആ മൈനസ് 2x1 ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് 2x1. ഓക്കെ അല്ലേ? പിന്നെയുള്ള നമ്മുടെ ഈ രണ്ട് ടേം ഇവിടെ മൈനസ് 3x2 റൈറ്റ് സൈഡിൽ കിടപ്പുണ്ട്. അത് അതേപോലെ എഴുതാം, മൈനസ് 3x2. എന്നിട്ട് നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ കിടക്കുന്ന മൈനസ് 2x2 ഇല്ലേ, അവനെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ എന്താകും? പ്ലസ് 2x2. ഇപ്പോൾ എന്ത് കിട്ടിയുടെ ഇതിൻ്റെ അകത്തുനിന്ന് എന്ത് കിട്ടി? ഞാനത് ഇവിടെ എഴുതുവാണേ, ഒരു പേജിൽ തന്നെ എഴുതുവാണെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. എടാ, മൈനസ് 3ൽ നിന്ന് 2 കുറച്ചാൽ ഇവിടെ നമ്മൾ മൈനസ് ചെയ്യല്ലേ, ഇത് x1 x2 ആണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ മൈനസ് ചെയ്യാം. 2 x1ൻ്റെ ടേമാണ്. മൈനസ് 3ഉം പ്ലസ് 2ഉം എത്ര വരും? മൈനസ് 3ൽ നിന്ന് പ്ലസ് 2 കുറച്ചാൽ മൈനസ് x1. അതേപോലെ റൈറ്റ് സൈഡിൽ മൈനസ് 3 x2ൽ നിന്ന് 2 x2 കുറച്ചാൽ മൈനസ് x2. രണ്ട് സൈഡിലും മൈനസ് വെട്ടിക്കളഞ്ഞാൽ നമുക്ക് കിട്ടും x1 ഈക്വൽ ടു x2. ആഹാ, കണ്ടോ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് ഇതിൽ നിന്ന് എടുത്ത് നമുക്ക് ഇത് കിട്ടി. സോ നമ്മുടെ ഡെഫിനിഷൻ സാറ്റിസ്ഫൈ ചെയ്തു. എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2ൽ നിന്ന് x1 ഈക്വൽ ടു x2 എന്ന് കിട്ടുവാണെങ്കിൽ നമുക്ക് പറയാം therefore f ഈസ് 1 1. അപ്പോൾ ഇത് 1 1 ആണ് എന്ന് നമുക്ക് കിട്ടിയില്ലേ? 1 1 ആണ് എന്ന് നമുക്ക് മനസ്സിലായി. നമുക്ക് തെളിയിക്കേണ്ടത് 1 1 ആണെന്നും ഓൺ ടു ആണെന്നാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ ഇത് 1 1 ആണെന്ന് മനസ്സിലായി. ഇതിന് 3 മാർക്ക്, ഇതിന് 1 മാർക്ക് കേട്ടോ. അപ്പോൾ കുറച്ച് ചെയ്യാനുണ്ട്. ഇനി ഓൺ ടു ആണെന്ന് തെളിയിക്കണം. ഓൺ ടു ആണ് തെളിയിക്കണം എങ്ങനെയാണ്? നമുക്ക് തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സിനെ ഒന്നുകൂടെ എഴുതുവാണേ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 2 ബൈ എക്സ് മൈനസ് 3. എടാ, ഓൺ ടുവിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ, ഓൺ ടു എന്ന് പറഞ്ഞാൽ ദേ നിങ്ങൾക്ക് ഇങ്ങനെ വരച്ച് ഞാൻ കാണിച്ചു തരാം. ഓൺ ടു എന്ന് പറഞ്ഞാൽ അറിയാൻ വയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ മക്കളെ പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഓൺ ടു എന്ന് പറയണമെങ്കിൽ ഇത് ബി ആണല്ലോ. ഇതിൻ്റെ അതിപ്പോൾ കുറച്ച് എലമെൻറ്റ്സ് ABCD. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കുറച്ച് എലമെൻറ്റ്സ് 1 2 3 എന്തെങ്കിലും ആയിക്കോട്ടെ. ജസ്റ്റ് ഞാൻ എക്സാമ്പിൾ പറയുകയാണെ. ഓൺ ടു ആകണമെങ്കിൽ ഇവിടെയുള്ള എല്ലാവർക്കും ഒരു പ്രീ ഇമേജ് ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇവന് ഇതിങ്ങനെ റിലേഷൻ, ഇവന് ഇങ്ങനെ റിലേഷൻ, ഇവന് ഇങ്ങനെ റിലേഷൻ, ഇവന് ഇങ്ങനെ റിലേഷൻ. ഇവിടെ ഇപ്പോൾ ഒരാൾക്ക് റിലേഷൻ ഇല്ലാതെ നിന്നെന്ന് വെച്ചോ, ഇവൻ്റെ 4 ഇപ്പോൾ ഒറ്റയ്ക്ക് റിലേഷൻ ഇല്ലാതെ നിന്നെന്ന് വെച്ചോ, അത് ഓൺ ടു ആകത്തില്ല. ഇതാണ് ഡെഫിനിഷൻ. ഇതിലുള്ള എല്ലാവർക്കും ഇപ്പുറത്തെ ഒരാളുമായിട്ട് റിലേഷൻ വേണം. അതാണ് ഓൺ ടു എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാവർക്കും ഒരു പ്രീ ഇമേജ് ഉണ്ടായിരിക്കണം. ഇവിടെയുള്ള ആരെ എടുത്താലും ഇപ്പുറത്തെ ഒരാൾ അവൻ്റെ പ്രീ ഇമേജ് ആയിട്ട് ഉണ്ടായിരിക്കണം. ഇതാണ് ഓൺ ടുവിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, ഞാനിവിടെ ഇതിനെയാണ് കോഡൊമൈൻ എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ സെറ്റിനെയാണ് നമ്മൾ കോഡൊമൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾ ചെയ്യേണ്ടത് ഞാനിപ്പോൾ രണ്ടാമത്തെ സെറ്റിൽ നിന്ന് ഒരാളെടുക്കുന്നു. രണ്ടാമത്തെ സെറ്റ് Y എന്ന് പറയുന്ന ഒരാളെടുക്കുന്നു. കാരണം XY എന്ന രീതിയിലാണല്ലോ നമ്മൾ പേര് എഴുതുന്നത്.
അപ്പോൾ രണ്ടാമത്തെ y ആണ്. അപ്പോൾ y എന്ന് പറയുന്നത് നമ്മൾ കോഡൊമൈൻ ബിയിൽ നിന്ന് ഒരാളെ എടുക്കുന്നു. കോഡൊമൈൻ ബി എന്ന് പറയുന്ന രണ്ടാമത്തെ സെറ്റാണ്. സോ കോഡൊമൈൻ ബിയിൽ നിന്ന് ഞാൻ y എന്ന് പറയുന്ന ഒരാളെ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ y എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒരു കണ്ടീഷൻ ആയിരിക്കും അല്ലേ? എഫ് ഓഫ് എക്സിന് പകരം y എന്ന് കൊടുത്തെഴുതിക്കേ. അങ്ങനെയാണെങ്കിൽ y എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കും, പേയേഴ്സ് x-2/x-3. ഇതിൽ നിന്ന് നിങ്ങൾ ചെയ്യേണ്ടത്, ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ സെറ്റിൽ നിന്നൊരു y എടുക്കുക. എന്നിട്ട് നമ്മുടെ എഫ് ഓഫ് എക്സിന് പകരം y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കാരണം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ വൈകളാണല്ലോ. ഓക്കെ, y-നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിൽ നിന്ന് നിങ്ങൾ ഈ ഇക്വേഷനെ മാറ്റി x ഈക്വൽ ടു ആക്കുക. അപ്പോൾ ഞാനിവിടെ ഒന്നുകൂടെ എഴുതുവാണ്, y ഈക്വൽ ടു x-2/x-3. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോ എങ്ങനെ ചെയ്തോ നിങ്ങൾ അതിനകത്ത് x ഈക്വൽ ടു ഒന്ന് മാറ്റി ഇക്വേഷൻ എഴുതുക. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് x-3 എന്ന് പറയുന്നത് ഇത് ഇപ്പുറത്തേക്ക് കൊണ്ട് ഇൻറ്റു ചെയ്യുന്നത്. അപ്പോൾ ഇത് y ഇൻറ്റു x-3 ഈക്വൽ ടു x-2. y അകത്തേക്ക് ഇൻറ്റു ചെയ്യുക, y ഇൻറ്റു എക്സ് yx മൈനസ് 3 ഇൻറ്റു y 3y ഈക്വൽ ടു x-2. എക്സിൻ്റെ ടേം രണ്ടെണ്ണം ഉണ്ടല്ലേ, ഇതും എക്സിൻ്റെ ടേമാണ്, ഇതും എക്സിൻ്റെ ടേമാണ്. രണ്ടും ഞാൻ ഒരു സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഞാൻ ഇപ്പുറത്തേക്ക് എടുക്കുവാണ്. സോ അത് yx മൈനസ് എക്സ്. എന്നിട്ട് നമ്മുടെ ഈ 3y ടേമില്ലേ അത് ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ മൈനസ് 3y അല്ലേ, അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? പ്ലസ് 3y. അവിടെ ഓൾറെഡി -2 ഉണ്ട്, അപ്പോൾ ഞാൻ -2 അതേപോലെ എഴുതുന്നു, അല്ലെങ്കിൽ -2 + 3y എന്ന് എഴുതാം. ഇനി ഇതിനകത്ത് രണ്ടിനകത്ത് കോമൺ ആയിട്ട് ഇവിടെ ഒരു എക്സ് ഇല്ലേ, എക്സ് കോമൺ ആയിട്ട് എടുക്കുവാണേ. അപ്പോൾ എന്ത് വരും? എക്സ് കോമൺ ആയിട്ട് എടുക്കുമ്പോൾ y -1 എന്ന് വരും, സിക്കൽ ടു 3y - 2. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടും മക്കളെ? ഈ എക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഈ y -1 എന്ന് പറയുന്ന സംഭവം ഇപ്പുറത്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ ഇൻറ്റു ചെയ്തിരിക്കുന്ന സംഭവം അല്ലേ, ഇപ്പുറത്തുകൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇത് 3y - 2/y -1 എന്ന് കിട്ടും. കണ്ടോ? ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും എക്സ് ഈക്വൽ ടു ഒന്ന് മാറ്റി എഴുതുക. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം, ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? y എന്ന് പറയുന്ന ആളാണ് ഇതിങ്ങനെ ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. ഇപ്പോൾ എനിക്ക് എക്സ് എന്ന് പറയുന്ന രീതി കിട്ടിയെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കിടക്കുന്ന ആളുടെ കണ്ടീഷൻ ഇങ്ങനെയാണ്. ഓക്കെ, ഇനി ഇങ്ങനെ ഒരാൾ ഇതിൻ്റെ അകത്തുണ്ടോ എന്ന് പറഞ്ഞാൽ ഈ ഒരു വൈക്ക് പറ്റിയ പെയർ ഇതിൻ്റെ അകത്തുണ്ടോ? എക്സ് എന്ന് പറയുന്ന ആൾ ഇതിൻ്റെ അകത്തുണ്ടോ? ഇപ്പോൾ y എന്ന് പറയുന്ന ആൾ ഇതിൻ്റെ അകത്താണ്, 1 എന്നിരിക്കട്ടെ, ഇതാണ് നമ്മുടെ y. ഇവൻ്റെ പെയർ ഇതിൻ്റെ അകത്ത് ഒരാളെ കിട്ടി എനിക്ക്. അത് ഇവൻ ഇതിൻ്റെ അകത്തുണ്ടോ എന്ന് നോക്കണം. ഇവൻ ഇതിൻ്റെ അകത്തുള്ള ആളാണോ നോക്കാനായിട്ട് ഇതിൻ്റെ അകത്ത് എന്തിട്ട് കൊടുത്താലും പ്രശ്നം വരുന്നത്? റിയൽ നമ്പർ ആണിത് അല്ലേ. 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം വരും. മക്കളെ ശ്രദ്ധിച്ചോണേ, കൺസെപ്റ്റ് നന്നായിട്ട് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, മനസ്സിലാക്കണം കേട്ടോ. മക്കളിൻ്റെ അത് 1 ഇട്ട് കൊടുത്താൽ 0 കിട്ടും. ഡിനോമിനേറ്റർ 0 ആയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു എക്സിനെ നമുക്ക് പറയാനേ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, വൈക്ക് പകരം 1 ഇട്ട് കൊടുത്താൽ മാത്രമേ ഇവിടെ പ്രശ്നമുള്ളൂ അല്ലേ. ഡിനോമിനേറ്റർ 0 ആകുന്ന ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, 1 ഇട്ട് കൊടുത്താൽ. അപ്പോൾ ഞാനിവിടെ 1 ഇട്ട് കൊടുത്താൽ 0 ആകും, ഉറപ്പുള്ള കാര്യം. പക്ഷേ വൈക്കകത്ത് 1 ഇട്ട് കൊടുക്കാൻ പറ്റുമോ? ഈ y എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തുള്ള ആളല്ലേ. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അതാണ്. ബി എന്ന് പറയുന്നത് 1 കളഞ്ഞിട്ടുള്ള റിയൽ നമ്പറാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് 1 ഉണ്ടോ? y എന്ന് പറയുന്ന ആൾ, നമ്മൾ y എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് എടുത്തല്ലേ, ഇതിൻ്റെ അകത്ത് 1 ഇല്ല, പിന്നെ എങ്ങനെ 1 ഇട്ട് കൊടുക്കും? മനസ്സിലായടാ? അപ്പോൾ 1 ഇല്ലാത്ത സ്ഥിതിക്ക് പ്രശ്നക്കാരൻ 1 ആണ്, 1 ഇല്ലാത്ത സ്ഥിതിക്ക് ഇട്ട് കൊടുത്താൽ പ്രശ്നമില്ല. അപ്പോൾ 1 ഇല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല. കാരണം അങ്ങനെ ഒരാളെ നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടത്തില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 1 ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊരു എക്സ് നമുക്കിവിടെ കിട്ടത്തില്ല. സോ 1 ഇല്ലാത്ത സ്ഥിതിക്ക് വേറെ ഏത് പെയറിന് 2 ഇട്ട് കൊടുത്താൽ കിട്ടും, 3 ഇട്ട് കൊടുത്താൽ കിട്ടും, 1-ന് കിട്ടത്തില്ല. പക്ഷെ 1 ഇതിൻ്റെ അകത്തില്ല. അപ്പോൾ 2-നുണ്ട്, 3-ക്കുണ്ട്, 4-നുണ്ട്, ബാക്കിയുള്ള എല്ലാ പെയേഴ്സിനും നമുക്ക് ഇപ്പുറത്തൊരു പ്രീ ഇമേജ് കിട്ടും. 1-ന് ഇല്ല, പക്ഷെ 1 ഇതിൻ്റെ അകത്തില്ല. അതിനകത്തുള്ള എല്ലാവർക്കും കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് പറയാം ഇത് എലമെൻ്റ് ഓഫ് എ. ഇങ്ങനെ ഒരാളെ നമുക്ക് എക്കകത്ത് നിന്ന് കിട്ടും. ദെയർഫോർ ഇറ്റ് ഈസ് ഓൺ ടു. ദെയർഫോർ എഫ് ഈസ് ഓൺ ടു. കുറച്ച് ചിന്തിക്കാനുണ്ട്. മാക്സിമം ബേസിക് ആയിട്ട് തന്നെ പറഞ്ഞത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇച്ചിരി വലിയ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം മക്കളെ, ഇത് r-1-ന് പകരം വെറും r എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇത് ഓൺ ടു അല്ല. കാരണം ഇത് നോട്ട് എലമെൻ്റ് ഓഫ് എ എന്ന് എഴുതേണ്ടി വന്നു തന്നെ. കാരണം 1 എന്ന് പറയുന്ന ആളിൻ്റെ അകത്തുണ്ട്. അപ്പോൾ 1-ൻ്റെ ഇപ്പുറത്തേക്ക് ഒരു പ്രീ ഇമേജിന് കിട്ടത്തില്ല, അപ്പോൾ അത് ഓൺ ടു ആകത്തില്ലെന്ന് നമുക്ക് പറയാം. പക്ഷേ ഇവിടെ 1 ഇല്ലാത്ത സ്ഥിതിക്ക് എല്ലാവർക്കും ഒരു പ്രീ ഇമേജ് ഉണ്ടാകും, അതുകൊണ്ട് ഇത് ഓൺ ടു ആണ്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യം എഴുതി വെച്ചാൽ നിങ്ങൾക്ക് കിട്ടും 4 മാർക്ക്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഓൺ ടു 1-1ൻ്റെ ഡെഫിനിഷൻ ഉൾപ്പെടെയുള്ള കാര്യം. നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ ആവും. ഓക്കെ, അപ്പോൾ നല്ല കൺസെപ്റ്റ് ഓറിയൻ്റ് ആയിട്ടാണ് ഞാൻ ക്ലാസ് എടുത്ത മക്കളെ. നിങ്ങൾ നന്നായിട്ട് എഴുതിയെടുക്കുക, നന്നായിട്ട് പഠിക്കുക. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഇത്തവണ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് 2024 മൊത്തം ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം എനിക്ക് തോന്നുന്നു 2023 ചെയ്യാം, നിങ്ങൾ ആവശ്യപ്പെടുവാണെങ്കിൽ. ഇത് ഉപകാരപ്പെടുവാണെങ്കിൽ മക്കളെ സീരീസ് ഞാൻ കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ അല്ലേ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കുക. ഓക്കെ,
അപ്പോൾ എക്സാം വരെ നമുക്ക് തകർത്ത് പഠിക്കാം മക്കളെ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ ബൈ.